അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കുന്നത്, തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് എന്ന് കേൾക്കുമ്പോൾ, അതായത് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടുവിലെ ഏറ്റവും കെമിസ്ട്രി തന്നെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാല് ഒരുപാട് ഇക്വേഷൻസും ഡെറിവേഷൻസും അതുപോലെ തന്നെ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കാൻ കുറച്ചൊരു പാടാണ്. ഫിസിക്സിലും തെർമോഡൈനാമിക്സ് ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, പക്ഷെ തെർമോഡൈനാമിക്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസും ഡെറിവേഷൻസും ഒക്കെ നമ്മൾ കെമിസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, നമ്മൾ ഇതിൽ ഓരോ സെൻറ്റൻസുകൾ എൻസിആർടി ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ അതിൽ ഇവർ ഓരോ സെന്റൻസ് പോലും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. ആ ഓരോ സെന്റൻസിലും ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അത്രയും കോൺസെൻട്രേഷനോട് കൂടി ഇരുന്ന് പഠിക്കേണ്ടുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ആക്ച്വലി നമ്മൾ തെർമോഡൈനാമിക്സ്, അതായത് തെർമോഡൈനാമിക്സ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ കൊണ്ടുവന്നതെന്നുള്ളത്. അതായത് നമുക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ, ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അപ്പൊ ആ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് സംഭവിക്കുന്നു അല്ലെ, ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ ഒരു സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള എനർജിയാണ് ഒരു സിസ്റ്റത്തിനുള്ളത്, അല്ലെങ്കിൽ ആ എനർജി എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്, എനർജിയുടെ കൺവേർഷൻ എങ്ങനെയാണ്, അല്ലെ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്, അതൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തേക്ക് കുറേയധികം ചോദ്യങ്ങൾ വരും. അതിൽ നിന്നാണ് നമ്മൾ തെർമോഡൈനാമിക്സ് ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്താണ് കണ്ടീഷൻ, അതിന്റെ എനർജിയുടെ വാല്യൂസ് എങ്ങനെയായിരിക്കണം, എനർജിയുടെ വാല്യൂസ് എങ്ങനെയായാലും ആ റിയാക്ഷൻ നടക്കുമോ, അപ്പം ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ്, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഈ റിയാക്ഷൻസിൽ എങ്ങനെ റിയാക്ഷൻ നടക്കും എന്നൊക്കെ അതിനെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫീസിബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു നടക്കാൻ സാധ്യത, അതൊക്കെ പറയുന്നത് നമ്മൾ തെർമോഡൈനാമിക്സ് വഴിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ എത്രമാത്രം നടക്കും, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്യും അല്ലെ, എത്ര എമൗണ്ട് വാട്ടർ ഫോം ചെയ്യും, അതിന് നമ്മൾ അല്ലെങ്കിൽ കൂടുതൽ അളവിൽ അല്ലെ ഹേബർ പ്രോസസ് ഉണ്ട്. ഹേബർ പ്രോസസ് എന്താണ്? അമോണിയയുടെ ഫോർമേഷൻ അല്ലെ, അമോണിയയുടെ ഫോർമേഷൻ ആണ് ഹേബർ പ്രോസസ്. അപ്പം ഇതില് എത്ര നമുക്ക് അമോണിയ ഫോം ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ അമോണിയ നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി ഏതൊക്കെ കണ്ടീഷൻസ് കൊടുക്കണം, ടെമ്പറേച്ചറിൽ എന്ത് മാറ്റം വരുത്തണം, പ്രഷറിൽ എന്ത് മാറ്റം വരുത്തണം. അപ്പൊ ഇതേ പറ്റിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ്, ഒരു കെമിക്കൽ റിയാക്ഷനിൽ നടക്കാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഉണ്ടാകുന്ന എനർജി ചേഞ്ചസ്, അല്ലെങ്കിൽ ആ റിയാക്ഷന്റെ എനർജി, ഇതെല്ലാം പറ്റിയിട്ട് സ്റ്റഡി ചെയ്താൽ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് തരുന്ന ഒരു ഏരിയ ആണ് എന്ത്, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഒരു തെർമോഡൈനാമിക്സ് ബൈ ഡെഫിനിഷൻ? നോക്കിക്കേ, തെർമോഡൈനാമിക്സ് നമുക്ക് ജസ്റ്റ് ആ വേർഡിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. തെർമോ പ്ലസ് ഡൈനാമിക്സ് അല്ലെ. അപ്പോ തെർമോ മീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി ടെമ്പറേച്ചർ പോലെ അല്ലെ, അല്ലെങ്കിൽ ജസ്റ്റ് ഹീറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, തെർമോ മീൻസ് ഹീറ്റ് എന്ന് നമുക്ക് പറയാം. ഡൈനാമിക്സ്, ഓക്കെ, ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, മൂവബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡൈനാമിക്സ്. സ്റ്റാറ്റിക് ആണ് ഡൈനാമിക്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി, ഒരിടത്ത് അനങ്ങാതെ നിൽക്കുന്നു. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന അല്ലെ, ചലിക്കുന്ന എന്തോ ഒരു സംഭവം. അപ്പോ തെർമോഡൈനാമിക്സിന് അതിന്റെ ലിറ്ററലി അതിന്റെ മീനിങ് എന്താണ്? ഇറ്റ് ഈസ് ദി ഫ്ലോ ഓഫ് ഹീറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ തെർമോഡൈനാമിക്സ് ഇസ് ദി സ്റ്റഡി ഓഫ് ദി ഫ്ലോ ഓഫ് ഹീറ്റ്. ഹീറ്റിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ തെർമോഡൈനാമിക്സിൽ ഡീൽ ചെയ്യുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫോം ഓഫ് എനർജി. എനർജിയുടെ ഒരു ഫോം ആണെന്ത് ഹീറ്റ്. അതേപോലെ തന്നെയാണ് വർക്കിനെ നമുക്ക് എനർജിയുടെ ഒരു ഫോം ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. അപ്പൊ തെർമോഡൈനാമിക്സ് ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹീറ്റിനെ എങ്ങനെ വർക്കാക്കി മാറ്റാം, അല്ലെങ്കിൽ വർക്കിനെ തിരിച്ച് എങ്ങനെ ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇന്റർ റിലേഷൻ ആണ് തെർമോഡൈനാമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യം, തെർമോഡൈനാമിക്സ് എന്ന വേർഡ് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്, ആ തെർമോഡൈനാമിക്സ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക, എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു വേർഡിൽ നിന്ന് നമുക്ക് കിട്ടും ഹീറ്റിന്റെ, അതായത് ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ ആ ഒരു വർക്ക്, അല്ലെങ്കിൽ ആ റിയാക്ഷൻ എത്ര എക്സ്റ്റെന്റ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ റിയാക്ഷനിൽ ഉണ്ടാകുന്ന എനർജി ചേഞ്ചസ്, ഹീറ്റ് എന്തായിട്ട് മാറുന്നു,
ഹീറ്റ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വർക്ക് തിരിച്ച് ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ആണെങ്കിൽ ആ ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ആണ് എന്ത് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് സയൻസ്. ഫിസിക്സിൽ നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തെർമോഡൈനാമിക്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് കുറെ ടേംസ് ഉണ്ട്. നമ്മൾ തെർമോഡൈനാമിക്സിൽ മാത്രം ഉപയോഗിക്കുന്ന കുറച്ചധികം ടേംസ് ഉണ്ട്. ആ ടേംസുകളും എന്താന്നുള്ള അതിന്റെ ഐഡിയ വേണം. ഓക്കെ, ആ ടേംസുകളുടെ ഐഡിയ വേണം. ഫസ്റ്റ് പറഞ്ഞത് നമ്മൾ തെർമോഡൈനാമിക്സ് കേൾക്കുമ്പോൾ ഫസ്റ്റ് പറയുന്ന രണ്ട് ടേംസ് ആണ് സിസ്റ്റം ആൻഡ് ദി സറൗണ്ടിങ്സ്. ഓക്കെ, അപ്പൊ ഒരു സിസ്റ്റം എന്തെന്ന് പറഞ്ഞാല് നമ്മൾ ഇപ്പൊ തെർമോഡൈനാമിക്സ് എന്ന് നമ്മൾ പറഞ്ഞു, തെർമോഡൈനാമിക് ഒരു സബ്സ്റ്റന്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ നമ്മൾ തെർമോ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യും. അതിന്റെ ഹീറ്റ് എത്രയാണ്, അല്ലെങ്കിൽ അതിലെ വർക്ക് ഡൺ എത്രയാണെന്നൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നു പറഞ്ഞല്ലോ. അതെ, നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആ പർട്ടിക്കുലർ അത്രയും സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? അതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് ഇൻ വിച്ച് ഒബ്സർവേഷൻസ് ആർ മെയ്ഡ്. നമ്മൾ എന്തിനെ പറ്റിയിട്ടാണോ സ്റ്റഡി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഏതിനെയാണോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുന്നത്? സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ സിസ്റ്റം ഒഴികെയുള്ള, അതായത് യൂണിവേഴ്സിന്റെ ടോട്ടൽ യൂണിവേഴ്സ് ആണ്, അതിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഒരു ഭാഗം മാത്രമാണ് എന്റെ സിസ്റ്റം. അപ്പോൾ സിസ്റ്റം ഒഴികെയുള്ള ബാക്കി യൂണിവേഴ്സിന്റെ എല്ലാ ഭാഗങ്ങളെയും കൂടി ചേർന്ന് വിളിക്കുന്ന പേരാണ് എന്ത്? സറൗണ്ടിങ്സ്. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റവും സറൗണ്ടിങ്സും കൂടി ചേരുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു യൂണിവേഴ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്മുടെ കയ്യിൽ യൂണിവേഴ്സ് ഉണ്ട്, അതിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ, ഒരു പെർട്ടിക്കുലർ പാർട്ട് കാണും, അതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്താ പറയുക, ഒരു ബീക്കർ എടുത്തു, അതിൽ ഞാൻ കുറച്ച് സബ്സ്റ്റൻസ് ആഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിനകത്ത് റിയാക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ടെസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, റിയാക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണ്, നമ്മൾ ഒബ്സർവ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോ ഈ ബീക്കറും അതിനുള്ളിൽ, അതായത് ബീക്കറിനുള്ളിൽ ഇരിക്കുന്ന ആ സബ്സ്റ്റൻസ്, നമ്മൾ റിയാക്ഷൻ നോക്കുമല്ലോ, നമ്മൾ കുറെ സബ്സ്റ്റൻസ് ആഡ് ചെയ്തിരിക്കുവാണ്, മിക്സർ ആഡ് ചെയ്തിരിക്കുവാണ്. അപ്പൊ അവർ തമ്മിൽ റിയാക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ എക്സാമിൻ ചെയ്യുവാണ്. നമ്മൾ എക്സാമിൻ ചെയ്യുന്ന ഈ ബീക്കറിനുള്ളിൽ ഇരിക്കുന്ന ആ സബ്സ്റ്റൻസ്, ആ മിക്സറിനെ വിളിക്കുന്ന പേരാണെന്ത്? സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ബീക്കറിന്റെ ഈ ബൗണ്ടറി ഇല്ലേ, നമ്മൾ ബീക്കറിനുള്ളിലല്ലേ സിസ്റ്റം വെച്ചിരിക്കുന്നത്. ഇപ്പൊ നോർമലി നമുക്ക് സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മില് എന്താ പറയാ, അവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗണ്ടറി കാണാം. മേ ബി ചിലപ്പോൾ ഇമാജിനറി ബൗണ്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ റിയൽ ബൗണ്ടറി ആയിരിക്കും. ഓക്കെ, ചെറിയൊരു അതിര് പോലെ കാണും. ഇവിടെ നമ്മൾ ബീക്കറിന്റെ കേസ്, നമ്മൾ ബീക്കറിലാണ് സബ്സ്റ്റൻസ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ബീക്കറിന്റെ ആ സർഫസിൽ, ആ ബീക്കറിന്റെ ആ ഗ്ലാസ് വോള്, അതാണ് ഇവിടെ ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് സിസ്റ്റം സറൗണ്ടിങ് എന്ന് പറയുവാണ്. സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ എക്സാമിൻ ചെയ്യുന്ന ഈ സൊല്യൂഷൻ ആണ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ അതിന് ചുറ്റുമുള്ള ബാക്കി ഈ പോർഷൻസിലെ ഈ പോർഷൻസ് ഒക്കെയാണ് എന്ത്? സറൗണ്ട്. അതായത് ഈ ബീക്കറിന് ചുറ്റും വരുന്ന എയർ ഇല്ലേ, ആ എയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സറൗണ്ടിങ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ തെർമോഡൈനാമിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ തെർമോഡൈനാമിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടേംസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ ടേം ആണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിനെയാണോ സ്റ്റഡി ചെയ്യുന്നത്, യൂണിവേഴ്സിന്റെ നമ്മൾ എക്സാമിൻ ചെയ്യൽ ഒബ്സർവ് ചെയ്യുന്ന ആ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം. സിസ്റ്റം ഒഴികെയുള്ള ബാക്കി എല്ലാ പാർട്ടിനെയും കളക്ട് ചെയ്ത് നമ്മൾ വിളിക്കുന്ന പേര് സറൗണ്ടിങ്സ് ആണ്. അപ്പൊ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഒന്നെങ്കിൽ ഒരു ഇമാജിനറി വോളോ അല്ലെങ്കിൽ ഒരു റിയൽ വോളോ കാണും, അവരെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടൊരു വോള് കാണും, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ബൗണ്ടറി. അപ്പൊ 3 ടേംസ് ആണ് നമ്മൾ പഠിച്ചത്: സിസ്റ്റം, സറൗണ്ടിങ്സ് ആൻഡ് ബൗണ്ടറി. അപ്പൊ ഒരു സിസ്റ്റം എന്താന്ന് മനസ്സിലായോ? സറൗണ്ടിങ്സ് എന്താന്ന് മനസ്സിലായോ? ഇനി ഇപ്പൊ നമ്മൾ സിസ്റ്റവും സറൗണ്ടിങ്ങും പറഞ്ഞല്ലേ. ഇനി തെർമോഡൈനാമിക് സിസ്റ്റത്തിനനുസരിച്ച് നമുക്ക് 3 അവരെ ക്ലാസിഫൈ ചെയ്യാം. സിസ്റ്റത്തെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. 1 ഓപ്പൺ സിസ്റ്റം, 2 ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് 3 ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, അപ്പോ എന്താണൊരു ഓപ്പൺ സിസ്റ്റം? ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ടേബിളിൽ നമ്മൾ കുടിക്കാനായിട്ടൊരു കപ്പ് ഓഫ് ടീ എടുക്കുവാണ്. ഒരു കപ്പ് ഓഫ് ടീ എടുത്തു, ചായ ഉണ്ടോ നമ്മൾ ടേബിളിന്റെ പുറത്ത് വെച്ചു, ജസ്റ്റ് വെച്ചേക്കാണ്, തുറന്നു വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് എന്ത് സംഭവിക്കും? നമ്മൾ അതായത് ചായ കുടിക്കാൻ എടുത്തപ്പോൾ ഭയങ്കരമായി ചൂട്,
ചൂട് കാരണം നമ്മൾ എന്ത് ചെയ്തു, കുറച്ചു നേരം ടേബിളിലേക്ക് വെച്ചു. കുറച്ച് സമയം കഴിയുമ്പോൾ അതിന് എന്ത് സംഭവിക്കും? അതിന്റെ ചൂട് കുറയും അല്ലേ? അതേപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചായന്റെ ആ കപ്പിന്റെ വക്കിലൊക്കെ ഇല്ലേ ജസ്റ്റ് കുറെ വാട്ടർ ഡ്രോപ്സ് അല്ലെങ്കിൽ വാട്ടർ വേപ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പൺ സിസ്റ്റം. ദാറ്റ് മീൻസ് there is an exchange of energy and matter between system and surroundings. നമ്മുടെ കപ്പിനകത്തെ ചായയാണ് നമ്മുടെ സിസ്റ്റം. ദെൻ ആ കപ്പിരിക്കുന്ന അത്രയും എയർ അല്ലെങ്കിൽ അത്രയും സ്പേസ് ആണ് നമ്മുടെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. അപ്പോഴ് നമ്മൾ ചൂട് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ വെച്ചിരുന്നത് അല്ലേ? അപ്പോൾ കപ്പിൽ നിന്ന് ചായയുടെ ചൂട് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ഹീറ്റ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ അല്ലെ ഹീറ്റ് എന്ന് പറയുന്നത് സറൗണ്ടിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഹീറ്റ് മാത്രമാണോ ട്രാൻസ്ഫർ ചെയ്തത്? അല്ല. ഹീറ്റ് മീൻസ് ഇറ്റ്സ് ഒരു ടൈപ്പ് എനർജിയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇനി ഹീറ്റ് മാത്രമാണോ മാറുന്നത്? അല്ല. ഇതിനകത്തുണ്ടായിരുന്ന വാട്ടർ വേപ്പേഴ്സ്, അത് ആവിയായിട്ട് പോകണം നമ്മൾ കണ്ടിട്ടില്ലേ? അല്ല, വാട്ടർ വേപ്പേഴ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയറിലേക്കൂടെ പോകുന്നുണ്ട്, അതായത് സറൗണ്ടിങ്സിലേക്കും പോകുന്നുണ്ട്. അതാണ് ഒരു ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പൺ സിസ്റ്റത്തില് എനർജിയും അതുപോലെ തന്നെ സബ്സ്റ്റൻസ്, മാറ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സബ്സ്റ്റൻസ് ആണ്, അതും സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സിസ്റ്റമാണ് ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ചായക്കപ്പിന്റെ മേൽ ഞാനൊരു അടപ്പ് കൊണ്ട് മൂടി, അടപ്പ് വെച്ച് അടച്ചു വെച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? അടപ്പ് വെച്ച് അടച്ചു വെച്ചാലും കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ടെമ്പറേച്ചർ കുറയത്തില്ല, അതിന്റെ ചൂട് കുറയില്ലേ? പക്ഷെ അതേസമയം ഈ ചായയിൽ നിന്ന് മാറ്റർ അല്ലെങ്കിൽ ആ വാട്ടർ വേപ്പേഴ്സ് പോവുമോ? ഇല്ല, പോവും. ജസ്റ്റ് അടപ്പി തട്ടി അവിടെ തന്നെ നിന്ന് വീണ്ടും താഴേക്ക് തന്നെ പതിക്കും അല്ലെ? അതായത് വാട്ടർ വേപ്പേഴ്സിന് സറൗണ്ടിങ്സിലേക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള അവകാശമില്ല, അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാനുള്ള വഴിയില്ല. എന്താ, നമ്മളൊരു വെസൽ കൊണ്ടിട്ട് നമ്മൾ അടച്ചു വെച്ചു അല്ലെ, ഒരു പാത്രം കൊണ്ട് നമ്മൾ അടച്ചു വെച്ചു. അപ്പൊ അവിടെ എന്ത് മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ളൂ? ദർ ഈസ് ഓൺലി ദ എക്സ്ചേഞ്ച് ഓഫ് എനർജി. എനർജി മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ആൻഡ് ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ. അവിടെ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അതാണൊരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ. അതിവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹീറ്റും മാറ്ററും എക്സ്ചേഞ്ച് ചെയ്തു ഓപ്പൺ സിസ്റ്റത്തിന്റെ. ക്ലോസ്ഡ് സിസ്റ്റം ആകുമ്പോഴോ ജസ്റ്റ് ഹീറ്റ് മാത്രം, അവിടെ നമ്മളൊരു അടപ്പ് വെച്ച് അടച്ചേക്കുവാണ് അല്ലെ? ഇനി ഐസൊലേറ്റഡ് സിസ്റ്റം, മൂന്നാമത്തെ സിസ്റ്റമാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ, നമ്മൾ ഈ ചായ എടുത്ത് ഒരു തെർമോ ഫ്ലാസ്കില് ഒരു ഫ്ലാസ്കില് ഒഴിച്ചു വെച്ചു, ഒരു തെർമസില് ഒഴിച്ചു വെച്ചു. അപ്പൊ എന്താ, നമ്മളിപ്പോ കുറച്ച് സമയം കഴിഞ്ഞ് എടുത്ത് നോക്കിയാലും ആ ചായയുടെ ചൂട് പോവോ? ഇല്ല. അതാണ് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് എനർജി ഓർ മാറ്റർ. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ എനർജിയും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, അതോടൊപ്പം തന്നെ മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യുന്നു. നമ്മളിതായി നോക്കിക്കുക, ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്. അതായത് 4 വോൾസ് എന്താണ് ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസുലേറ്റഡ് വെസലിലാണ് നമ്മൾ, ഇൻസുലേറ്റഡ് ഫ്ലാസ്കിലെയും തെർമസ് ഫ്ലാസ്കിലാണ് നമ്മൾ ചായ ഒഴിച്ചു വെക്കുന്നതെങ്കിൽ എന്താ, അതിന്റെ വോൾ എന്താണ്, ഒരിക്കലും ഹീറ്റിനെ പുറത്തേക്ക് വിടില്ല. അപ്പൊ അതിനുള്ളിൽ തന്നെ, ഈ ഒരു സിസ്റ്റത്തിനുള്ളിൽ തന്നെ എന്താ, ഹീറ്റും മാറ്ററും അതിനുള്ളിൽ തന്നെ അതേപോലെ തന്നെ നിൽക്കും. അവിടെ സറൗണ്ടിങ്സുമായിട്ട്, ഇതാണ് നമ്മുടെ സിസ്റ്റം. സറൗണ്ടിങ്സുമായിട്ട് ഹീറ്റും എക്സ്ചേഞ്ച് ചെയ്യില്ല, അതുപോലെ തന്നെ മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യില്ല. അതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ 3 ടൈപ്പ് സിസ്റ്റം ആണുള്ളത്. ഓപ്പൺ സിസ്റ്റം, അതായത് മാറ്ററും ഹീറ്റും ഒരുപോലെ എക്സ്ചേഞ്ച് ചെയ്യും. ഓക്കെ, ദെൻ ഉള്ളത് ക്ലോസ്ഡ് സിസ്റ്റം, അവിടെ ഹീറ്റ് മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ളൂ, അവിടെ മാറ്റർ അതിൽ സിസ്റ്റത്തിൽ തന്നെ കാണും. ദെൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യില്ല, അതുപോലെ തന്നെ ഹീറ്റും എക്സ്ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അത്രയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം. ഇതൊക്കെ ഏറ്റവും ബേസ്, അതായത് നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് ടേംസുകളാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മളിതിനകത്ത് മാക്രോസ്കോപ്പിക് സിസ്റ്റം മാത്രം പഠിച്ചാൽ മതി. കാരണം തെർമോഡൈനാമിക്സ് എപ്പോഴും ഒരു ബൾക്ക് സിസ്റ്റം, അതായത് ഒരുപാട് കാര്യങ്ങളെ, അതായത് ബൾക്ക് മോളിക്യൂൾസിനെ, ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ സ്റ്റഡിയാണ്. നമുക്ക് ഒരു മോളിക്യൂളിന്റെ കാര്യം പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് 2 ടൈപ്പ് സിസ്റ്റം എന്നാണുള്ളത്, മൈക്രോസ്കോപ്പിക് സിസ്റ്റം ആൻഡ് മാക്രോസ്കോപ്പിക് സിസ്റ്റം. അതിൽ ജസ്റ്റ് മാക്രോസ്കോപ്പിക് സിസ്റ്റം ആണ് നമ്മൾ തെർമോഡൈനാമിക്സ് കൺസിഡർ ചെയ്യുന്നത് മാക്രോസ്കോപ്പിക് സിസ്റ്റം ആണ്. കാരണം
ഒരു ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അല്ലാതെ ഓരോ മോളിന്റെയും അല്ലെങ്കിൽ ഓരോ മോളിക്യൂളിന്റെ പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യില്ല. ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ ആ സിസ്റ്റം നമ്മൾ മാക്രോസ്കോപ്പിക് സിസ്റ്റം മാത്രമാണ് നമ്മൾ തെർമോഡൈനാമിക്സ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ? ഇന്ന് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഗ്യാസ്, അതായത് ഒരു വലിയ കണ്ടെയ്നറിൽ എടുത്തിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസ്, അതെന്താണ്? ഇതൊരു മാക്രോസ്കോപ്പിക് സിസ്റ്റം ആണ്. കാരണം കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു കണ്ടെയ്നർ വെച്ചാൽ വലിയൊരു, സപ്പോസ് ഒരു ഗ്യാസ് സിലിണ്ടർ ആണെന്ന് വിചാരിക്കുക. അതിനകത്ത് എന്താ ഇഷ്ടം പോലെ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് അല്ലേ? ഒരു ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണുള്ളത്. അവരുടെ പ്രോപ്പർട്ടീസ്, ആ പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. അതായത് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറയത്തില്ലേ, അതാണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. അപ്പൊ അതിൽ ഏതൊക്കെ ഉൾപ്പെടും? ഈ വലിയ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ നമുക്ക് പറയാം, അതിന്റെ പ്രശ്നം നമുക്കറിയാം. നമ്മൾ അടുക്കളയിൽ ഇരിക്കുന്ന ഗ്യാസ് സിലിണ്ടർ അല്ലേ, ഗ്യാസ് സിലിണ്ടറിൽ LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് അതിനുള്ളിൽ ഗ്യാസ്, ലിക്വിഫൈഡ് ഗ്യാസ് ആണ് അല്ലേ. ആ ഒരു ഗ്യാസ് ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്നതിനെ ലിക്വിഡിലേക്ക് കൺവേർട്ട് ചെയ്ത രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഒരു പർട്ടിക്കുലർ പ്രഷർ ഉണ്ട് അതിന് അല്ലേ. അതുപോലെ തന്നെ അതിനൊരു പർട്ടിക്കുലർ വോളിയം ഉണ്ട്, ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, അതിനൊരു എനർജി ഉണ്ട് അല്ലേ. അതിനൊരു പർട്ടിക്കുലർ എനർജി ഉണ്ട്. ദെൻ ഈ വാക്കുകളൊക്കെ നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുന്ന വാക്കുകളാണ്. എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് എനർജി, വർക്ക് ഫംഗ്ഷൻ. അപ്പം ഒരു സിസ്റ്റം നമ്മൾ തെർമോഡൈനാമിക്സിൽ കൺസിഡർ ചെയ്യുന്ന ഒരു സിസ്റ്റം, അതൊരു മാക്രോസ്കോപ്പിക് സിസ്റ്റം ആണ്. അതിന്റെ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതിനെ നമ്മൾ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നു. ജസ്റ്റ് മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ, ഒരു വലിയൊരു സംഭവത്തിന്റെ, അതായത് ഒരു ലാർജ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇതിൽ വലിയ കാര്യമില്ല, പക്ഷെ ഇനി പഠിക്കാൻ പോകുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ദറ്റ് ഈസ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ എക്സാമ്പിൾസ് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ദെൻ അതിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ദാറ്റ് the property which depends on the amount of matter. ഒരു പ്രോപ്പർട്ടി, അതില് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ മാസ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് എമൗണ്ട് ഓഫ് മാറ്റർ, അതായത് എത്ര അളവിൽ നമ്മുടെ കയ്യിൽ ആ മാറ്റർ ഉണ്ട്, കുറഞ്ഞ അളവിലാണോ കൂടുതൽ അളവിലാണോ, ആ മാറ്ററിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അതിന് എക്സാമ്പിൾ ആണ് മാസ്, വോളിയം, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. thermodynamic properties such as internal energy, enthalpy, entropy, Gibbs energy, heat capacity, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ മാസ്, വോളിയം, എനർജി, ഹീറ്റ് കപ്പാസിറ്റി, ഇതെല്ലാം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഈ എക്സാമ്പിൾസ് ഒക്കെ കാണാതെ പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിലെ ഒരുവിധമുള്ള തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ്, അതായത് എൻതാൽപ്പി, എൻട്രോപ്പി, ഇന്റേണൽ എനർജി, ഗിബ്സ് എനർജി, ഹീറ്റ് കപ്പാസിറ്റി, അതൊക്കെ എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇനി എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്? ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഇൻ ഓർത്താൽ മതി. ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് എമൗണ്ട് ഓഫ് മാറ്റർ. ഇന്റൻസീവ് ആണെങ്കിൽ ഇൻഡിപെൻഡന്റ്, അപ്പൊ എക്സ്റ്റെൻസീവ് ആണെങ്കിൽ ഡിപെൻഡന്റ്. ആ ഒരു രീതിയിൽ അങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അവര് മാറ്ററിനെ, അതായത് എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ് ടെമ്പറേച്ചർ എത്ര മാറ്റം ഉണ്ടെന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, ടെമ്പറേച്ചർ. അതുപോലെ പ്രഷർ, ദെൻ മോളാർ വോളിയം. അപ്പൊ വിചാരിക്കും വോളിയം വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി അല്ലേ, അപ്പൊ എന്തുകൊണ്ട് മോളാർ വോളിയം വന്നില്ല? അതുപോലെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം അല്ലേ, എന്തുകൊണ്ട് അത് വന്നില്ല? മോളാർ ഹീറ്റ് കപ്പാസിറ്റി, ഇതൊക്കെ എന്തുകൊണ്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയിൽ വന്നില്ല? കാരണം എന്താണ്? ഇവിടെ നമുക്ക് വോളിയം എക്സ്റ്റെൻസീവ് ആണ്, ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റെൻസീവ് ആണ്, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. ഇവിടെ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ദാറ്റ് ഈസ് ദി quotient of an extensive property to an extensive property is an intensive property. അതായത് extensive property divided by an extensive property is an intensive property. Okay, is equal to intensive property. Okay,
എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ബൈ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. എക്സാമ്പിൾ നോക്കാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസ് എന്താ? ഇറ്റ്സ് ആൻ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. വോളിയം എന്താ? ഇറ്റ്സ് ആൻ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. പക്ഷെ മാസ് ബൈ വോളിയം വരുന്ന ഡെൻസിറ്റി എന്താ? ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഇന്റൻസീവ് പ്രോപ്പർട്ടി. അതുപോലെ മൊളാർ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ബൈ മൊളാർ മാസ് ആണ്. വോളിയം ബൈ മോളിക്കുലർ മാസ് ആണ്. ഇത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. മൊളാർ മാസും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള മോളാർ വോളിയം എന്താണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടികളുടെ റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കോഷ്യന്റ് നമ്മൾ എടുക്കുമ്പോൾ അത് എന്തായിരിക്കും? അതൊരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് എക്സാമ്പിൾസ് ആണ്. അപ്പൊ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഡിപ്പെൻഡ് ഓൺ ദി എമൗണ്ട് ഓഫ് മാറ്റർ ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദി എമൗണ്ട് ഓഫ് മാസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിൾസ് പഠിച്ചോളുമല്ലോ. എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചോളൂ.